പത്തനംതിട്ടയിൽ നഴ്സിംഗ് വിദ്യാർത്ഥിനി ഹോസ്റ്റൽ കെട്ടിടത്തിന് മുകളിൽ നിന്ന് വീണ് മരിച്ചതിൽ എന്തായാലും പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്. നഴ്സിംഗ് കോളേജ് അധികൃതരുടെയും വിദ്യാർത്ഥികളുടെയും മൊഴി പോലീസ് രേഖപ്പെടുത്തി കഴിഞ്ഞു. തിരുവനന്തപുരത്തെത്തിയ പത്തനംതിട്ട പോലീസ് അമ്മുവിന്റെ അമ്മ രാധാമണിയുടെയും മൊഴിയെടുത്തു. സംഭവത്തിൽ എന്തായാലും റിപ്പോർട്ട് നൽകാൻ ആരോഗ്യ സർവകലാശാലയോട് ആരോഗ്യമന്ത്രി നിർദ്ദേശിച്ചിട്ടുണ്ട്. പത്തനംതിട്ട ചുട്ടിപ്പാറ നഴ്സിംഗ് കോളേജിൽ അവസാന വർഷ വിദ്യാർത്ഥിനി അമ്മു കെട്ടിടത്തിന് മുകളിൽ നിന്ന് വീണ് മരിച്ച സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടരുകയാണ്. അമ്മുവിന്റെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് മാതാപിതാക്കളും സഹോദരനും ആരോപിച്ചിരുന്നു. കോളേജ് പ്രിൻസിപ്പൽ അബ്ദുൾ സലാമിന്റെ മൊഴി പത്തനംതിട്ട പോലീസ് രേഖപ്പെടുത്തി. വിദ്യാർത്ഥികൾ തമ്മിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായും 3 വിദ്യാർത്ഥികൾക്ക് മെമ്മോ നൽകിയിരുന്നതായും പ്രിൻസിപ്പൽ അബ്ദുൾ സലാം വ്യക്തമാക്കി. ഞാൻ അറിഞ്ഞിരിക്കുന്ന ഇവർ ഭയങ്കര ഫ്രണ്ട്സ് ആയിരുന്നു. മുൻകാലങ്ങളിൽ വളരെ തിക് ഫ്രണ്ട്സ് ആയിരുന്നു. അവരങ്ങോട്ടും ഇങ്ങോട്ടും വീടുകളിലൊക്കെ പോയിട്ടുള്ളവരെ കുട്ടികളെന്നാണ് ഞാൻ ഈ ടീച്ചർമാർ പറഞ്ഞു കേട്ടത്. എനിക്ക് അതിനെപ്പറ്റി വ്യക്തിപരമായിട്ട് അറിയത്തില്ല. ആത്മഹത്യ ചെയ്യത്തക്ക വിഷയങ്ങളൊന്നും അമ്മുവിനുണ്ടായിരുന്നില്ലെന്ന് ക്ലാസ് ടീച്ചർ സമിത ഖാൻ വ്യക്തമാക്കി. കുട്ടികൾ വന്ന് പറയുമ്പോൾ അപ്പം നമ്മൾ കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. നിങ്ങൾ 50 കുട്ടികൾ, ഇപ്പൊ ആ കുട്ടിയെ നിങ്ങൾ പറഞ്ഞു വെച്ചാൽ ഞാൻ ആ കുട്ടിയെ തല്ലുന്നത്, എനിക്ക് 50 കുട്ടികൾ ഒരുപോലെയാണ്. അല്ലാതെ ആ കുട്ടി ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇഷ്യൂസും ഒന്നും ഉണ്ടായിട്ടില്ല. അമ്മുവിന്റെ മൊബൈൽ ഫോൺ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. നഴ്സിംഗ് കോളേജിലേക്ക് ABVP-യുടെ പ്രതിഷേധ സമരവും നടന്നു. അമ്മുവിന്റെ മരണത്തിന് ഉത്തരവാദികളായവരെ നിയമത്തിന് മുന്നിൽ എത്തിക്കണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു സമരം. അമ്മുവിന്റെ മരണത്തിൽ അന്വേഷണം നടത്താൻ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ആരോഗ്യ സർവകലാശാലയ്ക്ക് നിർദ്ദേശം നൽകി. റിപ്പോർട്ടർ, പത്തനംതിട്ട.